നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെർക്കള ബാലനടുക്കയിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിലാണ് പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത പരിശോധന നടന്നത്. കാസർഗോഡ് സ്കൂൾ മുറ്റത്ത് കഞ്ചാവ് ചെടി. കുമ്പള ബംബ്രാണ GB-LP സ്കൂൾ മുറ്റത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാൻ. കാസർഗോഡ് ജില്ലയിൽ ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത സമാജം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജൂലൈ 7-ന് കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിൽ ഫുട് ഓവർ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേരള ലോട്ടറിക്കുള്ള GST 18% ആവശ്യം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച പോർച്ചുഗൽ ഫാൻസ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസ് ആണ് വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ കട്ടൌട്ട് സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. ചെർക്കള ബാലനടുക്കയിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിലാണ് പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത പരിശോധന നടന്നത്. വ്യാജ ചികിത്സയും ആഭിചാരക്രിയകളും നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വ്യാജ ചികിത്സയും ആഭിചാരക്രിയകളും നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശനു ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ചെർക്കള ബാലനടുക്കത്ത് പ്രവർത്തിക്കുന്ന ദാറുൽ അമാൻ എന്ന ചികിത്സാ കേന്ദ്രത്തിലാണ് വിദ്യാനഗർ SI അനൂപും ആരോഗ്യവകുപ്പ് അധികൃതരും സംയുക്തമായി പരിശോധന നടത്തിയത്. റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തിയെന്ന് വ്യക്തമല്ല. ചികിത്സ തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ദിവസേന നിരവധി ആളുകളാണ് ദാറുൽ അമാൻ എന്ന ചികിത്സാ കേന്ദ്രത്തിലെത്തുന്നത്. വ്യാജ ചികിത്സയാണ് ഇവിടെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്കു ലഭിച്ച പരാതിയിൽ പറയുന്നതെന്നാണ് സൂചന. ഇതേ തുടർന്ന് പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. ചികിത്സാ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമാണോ എന്നും ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നും ആഭിചാരക്രിയയുടെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയോ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നതുമാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പരിശോധനയ്ക്കിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ, മരുന്നുകൾ, മറ്റ് സാമഗ്രികൾ എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സ്കൂൾ മുറ്റത്ത് കഞ്ചാവ് ചെടി. കുമ്പള ബംബ്രാണ GB-LP സ്കൂൾ മുറ്റത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. അടച്ചിട്ട കെട്ടിടത്തിന്റെ വരാന്തയോട് ചേർന്നാണ് ചെടി വളർന്നത്. ചെടിക്ക് 50 സെന്റിമീറ്റർ ഉയരമുണ്ട്. കുമ്പള എക്സൈസ് അധികൃതർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കാസർഗോഡ് ജില്ലയിൽ ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. ലഹരി മാഫിയക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായ പരിശോധനകളുടെ ഭാഗമായി ജില്ലയിൽ വൻ മയക്കുമരുന്നുവേട്ട. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി 11.43 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA-യുമായി 3 യുവാക്കളെ പോലീസ് പിടികൂടി. മേൽപ്പറമ്പ് SI അഖിൽ ടിയും സംഘവും നടത്തിയ വാഹന പരിശോധനയിൽ മഹീനാബാദ് സ്വദേശി അബ്ദുൾ സിയാദ് UM, പൊയ്നാച്ചി സ്വദേശി സുനിൽ രാജ് K എന്നിവർ പിടിയിലായി. ദേളി ജംഗ്ഷനിൽ വച്ച് പൾസർ ബൈക്ക് തടഞ്ഞു നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2ാം പ്രതിയെ ഉൾപ്പെടെ പോലീസ് പിടികൂടുകയായിരുന്നു. അബ്ദുൾ സിയാദിന്റെ പോക്കറ്റിലെ സിഗരറ്റ് കൂടിനുള്ളിൽ നിന്നും 6.43 ഗ്രാം MDMA കണ്ടെടുത്തു. പൊയ്നാച്ചിയിലെ സഹദ് നൽകിയ ലഹരി മരുന്നാണിതെന്ന് പ്രതികൾ സമ്മതിച്ചു. ഡിജിറ്റൽ ത്രാസ്, ഫോണുകൾ, ബൈക്ക് എന്നിവ കസ്റ്റഡിയിലെടുത്ത് SI അഖിൽ ടി, ജൂനിയർ SI ഷൈജു U, പ്രമോദ് TK, രജീഷ് M, സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാസർഗോഡ് ടൗൺ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി കൂഡ്ലു RD നഗർ ജംഗ്ഷന് സമീപം നടത്തിയ പരിശോധനയിൽ ചെമ്മനാട് ദേളി സ്വദേശി മുഹമ്മദ് റയീസ് BKയെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയിൽ നിന്നും 5 ഗ്രാം MDMA, 15,500 രൂപ, 2 സ്മാർട്ട് ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. SI മൗഷമി CR, സതീഷ് ബാബു, സതീശൻ, ജെയിംസ്, ഭക്തശൈവൻ, നിജിൻ കുമാർ, അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകൾ വരും ദിവസങ്ങളിലും ജില്ലയിൽ ശക്തമായി തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി. വിവിധ സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചാണ് റാലി സംഘടിപ്പിച്ചത്. ചന്ദേര ജനമൈത്രി പോലീസ് വിവിധ സ്കൂളുകളിലെ കുട്ടി പോലീസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് തൃക്കരിപ്പൂർ ടൗണിൽ ലഹരിവിരുദ്ധ റാലി നടത്തിയത്. തങ്കയമുക്കിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് നടത്തിയ ലഹരിവിരുദ്ധ റാലിയിൽ തൃക്കരിപ്പൂർ, പടന്നാക്കടപ്പുറം, ഉദിനൂർ, ചെറുവത്തൂർ, കുട്ടമത്ത് തുടങ്ങിയ സ്കൂളുകളിലെ SPC കേഡറ്റുകളാണ് അണിനിരന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TS നജീബ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള UDFന്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ലഹരിയെ കേരളത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായ നടപടികളുമായിട്ടാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളക്കരയിൽ നടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി കേരളം ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അറിവുകളിലും അതോടൊപ്പം തന്നെ നാട്ടിലുള്ള അനുഭവങ്ങളിലൂടെയും അത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഈ ലഹരി ഉപയോഗം എന്നുള്ളത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നാടിന് ഒരു പൊതുശല്യമായി മാറുന്ന രീതിയിലേക്ക് അത് മാറുന്നു. നാട്ടിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നു. കേരളത്തിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്കാണ് ലഹരിയുടെ ഉപയോഗം മൂലം ഒരു തലമുറ തന്നെ അങ്ങനെ കടന്നു പോകുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരി, SI VM മധുസൂദനൻ, EK ബൈജ, PP ഷിബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ദിനാചരണ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത സമാജം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. മഞ്ചേശ്വരം പോലീസും വ്യാപാര വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ തുടക്കമായി.
സമ്മേളനത്തിന് തുടക്കം കുറിച്ച് KGNA സംസ്ഥാന പ്രസിഡന്റ് ടി ഷൈനി ആന്റണി പതാക ഉയർത്തി. പ്രതിനിധികളെ സ്വാഗതഗാനത്തോടെ വരവേറ്റു. സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ കൃഷിക്കാരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി നാം വീര്യം കുറഞ്ഞ പാനീയം ഉൽപ്പാദിപ്പിക്കാനുള്ള ആ കാര്യം നടപ്പാക്കുമ്പോൾ തന്നെ വന്ന നിവേദനം. ആ നിവേദനത്തിൽ ബക്കാടി പറഞ്ഞു, വീര്യം കുറഞ്ഞ സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം വിപണിയിൽ എത്തിക്കാം. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. അങ്ങനെ നിവേദനം വന്നപ്പോ LDF സർക്കാർ അത് അവിടെ വെച്ചു. 2023 കിട്ടി, മുമ്പും ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ വെച്ചു. അതിന്റെ മേലെ ഒരു തീരുമാനവും എടുത്തില്ല. ഇപ്പൊ വീണ്ടും ബക്കാടി വന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം. ഷൈനി ആന്റണി അധ്യക്ഷത വഹിച്ചു. FSCTO സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ശശിധരൻ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജനറൽ സെക്രട്ടറി GR പ്രമോദ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ സ്വാഗതവും KGNA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജൂലൈ 7 കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിൽ ഫുട് ഓവർ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുക, സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക, അനധികൃത വഴിയോര കച്ചവടം നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7 കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യാപാര മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാണിജ്യ സ്ഥിര കേന്ദ്രമായിരുന്നു നമ്മുടെ കാഞ്ഞങ്ങാട് പട്ടണം എന്നുള്ളത്. അത് ഞാൻ പറയാൻ തന്നെ എൻ്റെ സീനിയർ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇന്ന് നേരെ മാറി നമ്മുടെ പട്ടണത്തിലേക്ക് ആൾക്കാർ വരാൻ മടിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു കുടുംബമായി വന്ന് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ വന്ന് പാർക്ക് ചെയ്ത് ഒരു ഷോപ്പിൽ കയറി സാധനം വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് കാഞ്ഞങ്ങാട് പട്ടണം. പല തവണ വ്യാപാരികളാവട്ടെ മറ്റു സന്നദ്ധ സംഘടനയാവട്ടെ ഇതിൻ്റെ അധികാരികളുമായി സംസാരിച്ചിട്ട് പല പരാതികൾ കൊടുത്തിട്ടും എവിടെയും കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വ്യാപാരികൾ മാത്രമൊന്നുമല്ല അനുഭവിക്കുന്ന വിഷയങ്ങൾ. കാരണം പത്രമാധ്യമ ദൃശ്യ പ്രവർത്തകർക്ക് അറിയാം, കാഞ്ഞങ്ങാട്ടെ പാർക്കിങ്ങിൻ്റെ അവസ്ഥ അറിയാം, സ്റ്റാൻഡുകളുടെ അവസ്ഥ അറിയാം. ഒരു ചെറിയൊരു മഴ വന്നാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, ജനറൽ സെക്രട്ടറി മഹേഷ് P, ട്രഷറർ മെട്രോ ആസിഫ്, സീനിയർ വൈസ് പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ, സമീർ തോഫ, സമീർ ഡിസൈൻ, ഷരീഖ് കമ്മാടം, ഷെരീഫ് ഫ്രെയിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ലോട്ടറിക്കുള്ള GST 18% ആവശ്യം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TB സുബൈർ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ ടി വി വിനോദ് സംസാരിച്ചു. കൺവെൻഷനിൽ യൂണിറ്റ് അംഗമായ അനിതയ്ക്ക് ചികിത്സാ സഹായധനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി സുബൈർ കൈമാറി. കേരള സംസ്ഥാന ലോട്ടറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 40% GST 18% കുറക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ലോട്ടറി മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ജീവിതം സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച പോർച്ചുഗൽ ഫാൻസ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസ് ആണ് വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ കട്ടൌട്ട് സ്ഥാപിച്ചത്. ഫുട്ബോൾ കളിയുടെ ഈറ്റില്ലമായ പള്ളിക്കര പഞ്ചായത്തിലെ പൂച്ചക്കാട് ടൗണിലാണ് പോർച്ചുഗലിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂറ്റൻ കട്ടൌട്ട് ആരാധകർ ഉയർത്തിയത്.
ഏകദേശം 4 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള 62 അടിയോളം ഉയരമുള്ള കട്ടൗട്ടാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ആരാധകർ ചേർന്ന് ഉയർത്തിയത്. 1 ലക്ഷത്തോളം രൂപയും 10 ദിവസത്തെ അധ്വാനവുമാണ് ഇവർ ഇതിനായി നീക്കിവെച്ചത്. ലോകകപ്പ് ഫുട്ബോൾ കളിച്ച 6 മത്സരങ്ങളിലും ഗോൾ നേടി ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വടക്കൻ കേരളത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ കട്ടൗട്ട് ഇതെന്നാണ് ആരാധകരുടെ അവകാശവാദം. ഏകദേശം 4 നില കെട്ടിടത്തിന് ഉയരത്തോളം വലിപ്പമുള്ള ഭീമൻ കട്ടൗട്ടാണ് ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥാപിച്ചിട്ടുള്ളത്. പോർച്ചുഗൽ ഫാൻസിനോടൊപ്പം മറ്റുള്ള മുഴുവൻ ഫാൻസുകൾ, പൂച്ചക്കാട് എന്ന പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കൂറ്റൻ കട്ടൗട്ട് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഏകദേശം 10 ദിവസത്തോളം എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കട്ടൗട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനായി ഏകദേശം 1 ലക്ഷത്തോളം രൂപയാണ് ഇതിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനെതിരെ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ റൊണാൾഡോ 2 ഗോൾ നേടുന്ന സുന്ദര മുഹൂർത്തത്തിലാണ് അദ്ദേഹത്തിൻ്റെ കട്ടൗട്ട് വാനിൽ ഉയർന്നത്. മഴ നനഞ്ഞാലും മോശമല്ലാത്ത രീതിയിലാണ് കട്ടൗട്ട് ഒരുക്കിയിട്ടുള്ളത്. ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന വിവിധ രാജ്യങ്ങളിലെ താരങ്ങളുടെ കൂറ്റൻ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും നാടുനീളെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമാണ് റൊണാൾഡോയുടെ ഈ കട്ടൗട്ട്. കാണികൾക്കിത് വേറിട്ട കാഴ്ചയായതോടൊപ്പം വലിയ കൗതുകവുമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂച്ചക്കാട്. ജനാധിപത്യത്തെ കശാപ്പു ചെയ്തവർ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്ന് BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന്റെ 51ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ പുതുതലമുറ നേതാക്കൾ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നുവെന്നും തന്റെ മുൻഗാമികൾ നടത്തിയ മനുഷ്യാവകാശ ധ്വംസനത്തെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ പോക്കറ്റിൽ ഭരണഘടനയും കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി സ്വയം പരിഹാസ്യനാകുകയാണെന്നും BJP സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന്റെ 51ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനൊക്കെ ഇരയായവരുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കേണ്ടി വരുന്നത് എന്നാണ് വൈകാരികമായി എന്നെ വിഷമിപ്പിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഒരു 10-50 വയസ്സ്, ഞാൻ 64ാമത്തെ വയസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് പോലും ഉള്ളത് നേരത്തെ ഒരു ഓർമ്മയാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രായപരിധിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ പരിമിതമാണ്. സ്വാഭാവികമായി ഞാനും എസ് സംസാരിക്കുകയായിരുന്നു. ഈ സദസ്സിൽ എത്തേണ്ടിയിരുന്നത് ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സിനിടയിലുള്ള കേരളത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനായിരുന്നു. പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലെ തീഷ്ണത അനുഭവിച്ച നിങ്ങളോട് ഒരുപക്ഷെ അതിനേക്കാൾ മനോഹരമായി വിവരിക്കാനും പറയാനും ഇവിടെ രവിയേട്ടനൊക്കെ ഇരിക്കുമ്പോഴും അതിലെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില ഓർമ്മകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. നോക്കൂ, പാർലമെന്റിനകത്ത് ഒരു യുവരാജാവ്
അദ്ദേഹത്തിന്റെ പോക്കറ്റിനകത്ത് എപ്പോഴും ഒരു ചെറിയ പച്ചച്ചട്ടയോ ചുവന്ന ചട്ടയോ ഉള്ള പുസ്തകം എടുത്ത് പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും നിൽക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാനാണെന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്നും പറയുമ്പോൾ എന്ത് കൊടിയ അനീതിയാണ്. എൻ്റെ നാടൻ ഭാഷ എന്ത് ചെറ്റത്തരമാണ് യഥാർത്ഥത്തിൽ. BJP ജില്ലാധ്യക്ഷ ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സവിത, രാമപ്പ മഞ്ചേശ്വരം, A വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ്, മനുലാൽ മേലത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KS ഷൈബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി റാണിപുരം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പനത്തടി മുതൽ റാണിപുരം വരെയുള്ള റോഡരികിലെ കാട് ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാട് കാരണം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. പനത്തടി റാണിപുരം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പനത്തടി മുതൽ റാണിപുരം വരെയുള്ള റോഡരികിലെ കാട് ശ്രമദാനത്തിലൂടെ കൊത്തി വൃത്തിയാക്കി. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാട് കാരണം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. പ്രവൃത്തി പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ S മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KJ ജെയിംസ്, KB രതീഷ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B സുരേഷ്, സമിതി കൺവീനർ CS സനൽകുമാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ബളാൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജീവ് തോമസ്, DYFI പനത്തടി മേഖലാ പ്രസിഡന്റ് സുനീഷ് KS, മുൻ പഞ്ചായത്ത് അംഗം B സജിനിമോൾ, ഷാജി ചാരാത്ത, EK അനിൽകുമാർ, PV രാമചന്ദ്രൻ, ജയ്മോൻ ജോസ് പാണത്തൂർ, BK സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ലക്ഷ്മി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ മുൻ ജില്ലാ സാക്ഷരതാ ഓഫീസർ KV കുഞ്ഞമ്പു. മക്കൾ നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രൊഫസർ സുധ, ഡോക്ടർ ജ്യോതി, ഡോക്ടർ ഗീത എന്നിവരാണ്. മാരക വിപത്തായ നെഗറ്റീവ് ലഹരിയല്ല, ഫുട്ബോളാണ് യഥാർത്ഥ ലഹരിയെന്ന് വിളിച്ചോതി തടിയൻകോവലിൽ പോലീസ് ടീമും ഫുട്ബോൾ ക്ലബ് ടീമും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് കേരള പോലീസും തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സ് കാൽപന്തുകളിയിൽ ഏറ്റുമുട്ടിയത്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് കേരള പോലീസ് വെറ്ററൻസ് ടീമും മനീഷ തിയേറ്റേഴ്സ് വെറ്ററൻസ് ടീമും ലഹരിവിരുദ്ധ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. പക്ഷേ കാൽപന്തുകളിയിലും പോലീസിനെ തോൽപ്പിക്കാനാവില്ലെന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരം അവസാനിച്ചപ്പോഴാണ് കളി ആസ്വാദകർ അറിഞ്ഞത്. മനീഷ തിയേറ്റേഴ്സ് വെറ്ററൻസ് ടീം നേടിയ 1 ഗോളിനെതിരെ 2 പകുതികളിലായി പോലീസ് വെറ്ററൻസ് ടീം നേടിയ 2 ഗോളുകൾ അവരുടെ വിജയമുറപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പിന്റെ ഭാഗമായി തടിയൻകോവൽ മുണ്ട്യ ഗ്രൗണ്ടിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയൊക്കെ വലിയ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ലഹരിക്കെതിരെ തൂഫാൻ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി, പഴയതാണെങ്കിൽ പോലും അതിൻ്റെ പേര് തൂഫാൻ എന്ന പേരിൽ വലിയ ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ തുടർച്ചയെന്നോണം ആണ് നമ്മുടെ ഈ പരിപാടിയും ഇവിടെ നടക്കുന്നത്. പ്രസിഡന്റ് VM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജു മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം KP രമേശൻ, ക്ലബ്ബ് സ്പോർട്സ് കൺവീനർ AP രാജേഷ്, കൈരളി ഗ്രന്ഥാലയം പ്രസിഡന്റ് PP കരുണാകരൻ, സെക്രട്ടറി A ബാബുരാജ്, VM പ്രശാന്ത്, ക്ലബ്ബ് സെക്രട്ടറി CV ഷാജി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നാടൊന്നാകെ ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം ക്ലായി തറവാട് മുണ്ടാത്ത് കൊയ്മ പൊടുവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2027 തേംകെട്ട് മഹോത്സവം നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന നെൽകൃഷിയുടെ ഞാറുനടയിൽ നാടിന് ഉത്സവമായി മാറി.
ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം ക്ലായി തറവാട് മുണ്ടാത്തുകോയ്മ പൊടവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2027 നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനായി ഞാറുനടിയിൽ ഉത്സവം ക്ലായി ദേവസ്ഥാന വയലിൽ വെച്ച് നടന്നു. ഒരു നാടിന്റെ ഉത്സവമായ തെയ്യംകെട്ടിനായി ഇറക്കിയ നെൽകൃഷിയുടെ ഞാറുനടിയിൽ ഏറെ ആവേശത്തോടെയാണ് നടന്നത്. കേരളത്തിന്റെ കാർഷിക തനിമ വിളിച്ചോതിക്കൊണ്ട് കോടുംബേളൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PV സന്ധ്യ, 21-ാം വാർഡ് മെമ്പർ T കൃഷ്ണൻ മൊയോലം എന്നിവർ ചേർന്ന് ഞാറുനടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. തെയ്യംകെട്ട് കാർഷിക സമിതി പ്രസിഡന്റ് V ജനാർദ്ദനൻ നായർ ക്ലായി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T പവിത്രൻ നെല്ലിക്കാട്ട് സ്വാഗതം പറഞ്ഞു. ക്ലായി പ്രാദേശിക സമിതി സെക്രട്ടറി നിർമ്മല ദിവാകരൻ ക്ലായി നന്ദിയും പറഞ്ഞു. നടിയിൽ ഉത്സവം ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര ഭഗവതി അമ്മയുടെ വെളിച്ചപ്പാടൻ ധനസംരക്ഷണ സമിതി സെക്രട്ടറി A നാരായണൻ നായർ, ക്ലായി തറവാട് കാരണവർ T കൃഷ്ണൻ, താനത്തിങ്കാൽ മുണ്ടാത്തുകോയ്മ മുതിർന്ന അംഗം M കുഞ്ഞിരാമൻ നായർ, ബാത്തൂർ ഭഗവതി ക്ഷേത്ര കഴകം ഭാരവാഹി T രവീന്ദ്രൻ ക്ലായി, ദേവസ്ഥാന സേവാസമിതി പ്രസിഡന്റ് K നാരായണൻ നായർ, ട്രഷറർ V കരുണാകരൻ നായർ, പുതിയപുര എന്നിവരുടെ സാന്നിധ്യത്തിൽ നാട്ടിലെ മുതിർന്ന അംഗവും കർഷകയുമായ ചോയ്ച്ചിയമ്മ ക്ലായി ഞാറുപടിക്കൽ ചടങ്ങ് നിർവഹിച്ചു. വേങ്ങയിൽ തറവാട് മുതിർന്ന അംഗം V കുഞ്ഞമ്പു നായർ പത്തായപുര, സെക്രട്ടറി V നാരായണൻ നായർ ക്ലായി, T കൃഷ്ണൻ ക്ലായി, തറവാടംഗം ശശിധരൻ കണ്ണൂത്ത്, M രാധാകൃഷ്ണൻ മഠത്തിൽ, കലൈക്കാരൻ T ഗിരീഷ് വടക്കേക്കര, ക്ലായി പ്രാദേശിക സമിതി പ്രസിഡന്റ് P നാരായണൻ നായർ, ഇരിയ പ്രാദേശിക സമിതി പ്രസിഡന്റ് കരിച്ചേരി രാമകൃഷ്ണൻ നായർ, കാട്ടുമാടം പ്രാദേശിക സമിതി സെക്രട്ടറി T വിഷ്ണു, തടിയംവളപ്പ് പ്രാദേശിക സമിതി പ്രസിഡന്റ് P മാധവൻ നായർ, സെക്രട്ടറി K ഭാസ്കരൻ, T നാരായണൻ ക്ലായി, ദേവസ്ഥാന സേവാ സമിതി സെക്രട്ടറി ഷിജു പത്തായപുര എന്നിവർ സംസാരിച്ചു. 2027 നടക്കുന്ന ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന് തൊണ്ടച്ചിന് കൂവം അളക്കൽ ചടങ്ങിനും ഭഗവാനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം നൽകുവാനുമാണ് ദേവസ്ഥാന തരിശുഭൂമിയിൽ ദേവസ്ഥാന സേവാ സമിതിയുടെയും മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും പ്രാദേശിക സമിതിയുടെയും തെയ്യംകെട്ട് കാർഷിക സമിതിയുടെയും നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. ഞാറുനടിയിൽ ഉത്സവത്തിൽ ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന പ്രാദേശിക സമിതികളായ ക്ലായി പൊടവടുക്കം, തടിയൻ വളപ്പ്, അരിയളം, തട്ടുമ്മൽ, പുണൂർ ഇരിയ, കാട്ടുമാടം, കപ്പത്തിക്കാൽ എന്നീ പ്രാദേശിക സമിതിയുടെ ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും കാർഷിക സമിതി അംഗങ്ങളും അമ്മമാരും കുട്ടികളും ഞാറുനടിയിൽ ഉത്സവത്തിൽ പങ്കാളികളായി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന നാട്ടിനടിയിൽ ഉത്സവം ദിവസവും വിവിധ പ്രാദേശിക സമിതികൾ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. Mansoor Hospital and School of Nursing, Kanjangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ.
യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. വരകളിൽ വർണ്ണപ്രപഞ്ചം തീർത്ത ഇഷാന എസ് പാലിന്റെ ചിത്രപ്രദർശനം വർഷം 2026 തുടക്കമായി. കാഞ്ഞങ്ങാട് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനത്തിന് തുടക്കമായിരിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ 2025 ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവും തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ 6ാം തരം വിദ്യാർത്ഥിയുമായ ഇഷാന എസ് പാലിന്റെ ചിത്രപ്രദർശനം വർഷം 2026 കാഞ്ഞങ്ങാട് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഒരു ഫോട്ടോ വരച്ചിട്ട് അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്, അതിന് വരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുകയും ചെയ്തത്. ഒരുപാട് അതിനേക്കാളും ഈ വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഒരു ക്രൗഡും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കുട്ടിക്കുള്ള ഒരു കഴിവിന് കൊടുക്കുന്ന സപ്പോർട്ടുമാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത്. എനിക്ക് എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഓരോ കഴിവുകളുണ്ടാവും, ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ടാവും. വരയ്ക്കുന്ന കഴിവുണ്ടാവും, നല്ലോണം കളിക്കുന്നവരായിരിക്കും. അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. അത് നമ്മുടെ നാടിന് ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ നാടിന് പേര് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളും ആൾക്കാരും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപാട് നല്ലതാവും. ഭാവി തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ തന്നെയായിരിക്കും അത്. അപ്പൊ ഇന്ന് ദിവസം വിളിച്ചപ്പോൾ തന്നെ 3 ദിവസത്തെ ഒരു ചിത്ര പ്രദർശനമാണ് നടക്കുന്നത്. ഏകദേശം 60-ന് മേലെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എന്തായാലും കുറെ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഇത് വരച്ചത്. എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ വരയ്ക്കുന്ന രീതിക്കാണ് കാണുന്നത്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അതിന് പിറകില് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവ് വിനോദ് കുമാർ അമ്പലത്തറ ചിത്രവായന നടത്തി. സജിത KM, അരവിന്ദൻ K, യശോദ, ആനന്ദൻ പേക്കടം, സവിത, രമണി K, അനിൽകുമാർ KT, മധുസൂദനൻ T, ബാബു KT, ആശ, മനോജ് കുമാർ ഉദയമംഗലം, കിഷോർ കുമാർ V, രജീഷ്, ദീപക്, അജിത് C കളനാട്, വേണു അരവത്ത്, വേണു പനയാൽ, ബവിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ M സ്വാഗതവും ഇഷാന എസ് പാൽ നന്ദിയും പറഞ്ഞു. ഉദുമ സ്വദേശികളായ ശിശുപാലൻ, രമ്യ എന്നിവരുടെ മകളാണ് ഇഷാന എസ് പാൽ. പെൻസിൽ, വാട്ടർ കളർ, അക്രിലിക്, ചാർക്കോൾ തുടങ്ങിയ മീഡിയകളിൽ വരച്ച 66 ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജൂൺ 28 ഞായറാഴ്ച പ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു.
നവോത്ഥാന നായകൻ സ്വാമി ആനന്ദ തീർത്ഥരുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതപ്പെട്ട നോവൽ ചോയയുടെ ചർച്ച സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നവോത്ഥാന നായകൻ സ്വാമി ആനന്ദ തീർത്ഥരുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതപ്പെട്ട നോവൽ ചേയായുടെ ചർച്ച സംഘടിപ്പിച്ചു. വി സുരേഷ് കുമാർ പുസ്തക പരിചയം നടത്തി. ഡോക്ടർ അംബേദ്കറോടൊപ്പം ആരാധിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് സ്വാമി ആനന്ദ തീർത്ഥരുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ മനുഷ്യൻ ഇത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ഒന്നുകൂടി കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തു. ഇപ്പോൾ ഗോമാഷ് പറഞ്ഞാലൊക്കെ ഒരു പുസ്തക ചർച്ചയിൽ ഒതുങ്ങേണ്ടതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് നമുക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നാലമ്പല യാത്ര പോലുള്ള യാത്രകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിനൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി സജ്ജമാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇനിയും വേറെ ഈ സമൂഹത്തിന് വേണ്ടി പകർത്താനുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂൺ മാസം 19 മുതൽ ജൂലൈ മാസം 7-ാം തീയതി വരെയുള്ള 19 ദിവസക്കാലം വായനാ പക്ഷാചരണമായി ആചരിച്ചു വരികയാണ്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന PN പണിക്കർ അനുസ്മരണം നടത്തി. നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ എഴുത്തനുഭവം പങ്കുവച്ചു. MK ഗോപകുമാർ, M അനിൽകുമാർ, സുരു കൊമ്പിച്ചടുക്കം, സനൂഷ് മനിയേരി, രാജേഷ് നർക്കല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗോപി മുളവന്നൂർ സ്വാഗതവും PV ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉറ്റവർ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. നാരായണന് ചിതയൊരുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ. വായിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ ചിഗുരുപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉറ്റവർ എത്തിയില്ല. 1 മാസം മുൻപാണ് നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണന്റെ ദയനീയാവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ് ചിനാല, ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിക്കുന്നത്. ഉടനെ സ്ഥലത്തെത്തിയ അവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകർ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 1 മാസമായി അവിടെ അത്യാഹിക വിഭാഗത്തിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് നാരായണൻ മരണത്തിന് കീഴടങ്ങിയത്. മരണപ്പെട്ട വിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകി കൈയൊഴിയുകയായിരുന്നു. മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറി. ആംബുലൻസിൽ ഉപ്പളയിലെത്തിച്ച മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിലെത്തിച്ചു. മകളുടെ സ്ഥാനത്തു നിന്ന് ഹൈന്ദവ ആചാരപ്രകാരം ഇർഫാന ഇക്ബാൽ ചിതയ്ക്ക് തീ കൊളുത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ റിയാസ് പിലാത്തറ, മെഹമ്മൂദ് കൈക്കമ്പ തുടങ്ങിയവരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ആദ്യമായിട്ട് ചിത്രപാതയിൽ നിന്ന് നമുക്ക് ഫോൺ കോൾ വന്നു അവിടുത്തെ ഷെരീഫ് മെമ്പറിൻ്റെ. എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സയ്യിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറിനെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്തിന് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്ു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് അവശന നിലയിൽ രോഗബാധിതനായിട്ട് കിടന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളാരും ഏറ്റെടുക്കാതെ നിന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാൻ ഇക്ബാലിനെ വിളിച്ച് ഞാൻ അറിയിക്കുകയും ചെയ്ത് അവർ വന്നിട്ടാണ് അദ്ദേഹത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അറിയിച്ചിരുന്നു. എന്നിട്ട് മയ്യത്ത് പോലും ഏറ്റുവാങ്ങാൻ ആരും തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും
അതും ചേർന്നിട്ട് അതിനെ ദഹിക്കുകയും ചെയ്ത് മംഗളപ്പടി ഹിന്ദു രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാന്തര ചടങ്ങുകൾ ചെയ്തു. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരം സ്ഥാപകയാണ് ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാന. ഇവരുടെ മനുഷ്യത്വപരമായ സമീപനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 നടക്കും. പെരിയയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സംഘാടക സമിതി രൂപീകരണ യോഗം പെരിയ ശേഖരൻ നായർ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം N. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ബന്ധപ്പെട്ടവരുടെ പരിശീലനം എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘാടക സമിതി രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിച്ചു. അനീഷ് ദീപം അധ്യക്ഷത വഹിച്ചു. പെരിയ ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് ഷാജീവൻ ആയമ്പാറ, P. കൃഷ്ണൻ, സമിതി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ഏരിയ സെക്രട്ടറി KV ദിനേശൻ, ഏരിയ ട്രഷറർ സുകുമാരൻ, KV സത്യൻ പടന്നക്കാട്, ദേവി രവീന്ദ്രൻ, TK ബാലൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, മണികണ്ഠൻ പുളിക്കാൽ, മോഹനൻ ആയമ്പാറ, MV സുമ, സരോജിനി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി ഷാജീവൻ ആയമ്പാറയെയും കൺവീനറായി KV ദിനേശൻ കാഞ്ഞങ്ങാടിനെയും ജോയിന്റ് കൺവീനർമാരായി T. സത്യൻ, TK ബാലൻ, ഭരതരാജ് എന്നിവരെയും വർക്കിംഗ് ചെയർമാൻമാരായി N. ബാലകൃഷ്ണൻ പെരിയ, മുഹമ്മദ് മുറിയനാവി, വൈസ് ചെയർമാൻമാരായി P. കൃഷ്ണൻ, KV സുകുമാരൻ, ട്രഷററായി അനീഷ് ദീപത്തെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർക്കള ബാലനടുക്കയിൽ ചികിത്സാ കേന്ദ്രത്തിൽ പോലീസ് പരിശോധന. ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിലാണ് പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത പരിശോധന നടന്നത്. കാസർഗോഡ് സ്കൂൾ മുറ്റത്ത് കഞ്ചാവ് ചെടി. കുമ്പള ബംബ്രാണ GB LP സ്കൂൾ മുറ്റത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാൻ. കാസർഗോഡ് ജില്ലയിൽ ലഹരിവേട്ട ശക്തമാക്കി പോലീസ്. 11.43 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത സമാജം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തൂഫാൻ ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ ശ്രദ്ധേയമായി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 69ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജൂലൈ 7 കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിൽ ഫുട് ഓവർ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേരള ലോട്ടറിക്കുള്ള GST 18% ആവശ്യം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ചരിത്രം കുറിച്ച പോർച്ചുഗൽ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഉയരം കൂടിയ കട്ടൌട്ട് സ്ഥാപിച്ച പോർച്ചുഗൽ ഫാൻസ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ റൊണാൾഡോ ഫാൻസ് ആണ് വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ കട്ടൌട്ട് സ്ഥാപിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.